വിഴിഞ്ഞം ഉദ്ഘാടന പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഫോട്ടോയും പേരും വെട്ടി കേന്ദ്രം. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ പരസ്യത്തിൽ സംസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവുമില്ല. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് വി.ഡി. സതീശൻ നിലപാടെടുത്തു. അപമാനിതനാകാൻ പോകേണ്ടതില്ല എന്നാണ് വിലയിരുത്തൽ. രജീഷ് നരിക്കുനിയുടെ വിശദാംശങ്ങളുമായി. രജീഷ്, ഇതിപ്പോൾ ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ. അതിനിടയിൽ ഇനി അടുത്ത വിവാദമാവുകയാണോ? ഇതിലിപ്പോൾ വിവാദം ഉണ്ടാക്കിയപ്പോൾ നൽകിയ ഒരു ക്ഷണക്കത്ത് സ്വീകരിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം പോയിട്ടുണ്ടോ? വി.ഡി. സതീശൻ എത്തില്ലേ? ഒപ്പം തന്നെ ഈ കേന്ദ്രം അത് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി അവരുടേത് മാത്രമാണ് എന്നുള്ള തരത്തിലേക്കാണോ വന്നിരിക്കുന്നത്? നിത സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഉദ്ഘാടനത്തെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ പരസ്യം, തുറമുഖ വകുപ്പിന്റെ പരസ്യത്തിലാണ് ഈ മുഖ്യമന്ത്രിയുടെ പേരോ മുഖ്യമന്ത്രിയുടെ ചിത്രമോ പൂർണ്ണമായും ഒഴിവാക്കിയത്. സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള ഒരു പരാമർശങ്ങളും ആ പരസ്യത്തിലല്ല. പകരം ഇന്ത്യയുടെ വികസന ഭാരതത്തിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്ന പരാമർശമാണ് അതിൽ രേഖപ്പെടുത്തി ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്ന ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഇതിനുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളൊക്കെ നൽകുന്ന വിശദീകരണം, ഗുജറാത്തിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ കൂടിയും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ അതിൽ മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങൾ കൊടുക്കാറില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വം നൽകുന്ന വിശദീകരണം. അതേസമയം പൂർണ്ണമായും കേരളത്തിന്റെ പേരോ മുഖ്യമന്ത്രിയുടെ പേരോ ചേർക്കാതെയാണ് പരസ്യം നൽകിയിട്ടുള്ളത് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വി.ഡി. സതീശൻ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അപമാനിതരാകാൻ ഇല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ നൽകുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു വിശദീകരണം. വിവാദങ്ങൾക്കൊടുവിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വി.ഡി. സതീശനെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ ഈ കേന്ദ്ര സർക്കാർ നൽകിയ കത്തിൽ വി.ഡി. സതീശന്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് പിന്നീട് ഈ കത്ത് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തുന്നത്. ഈ തൊട്ട് തലേന്നത്തെ ഡേറ്റിലുള്ള കത്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് എത്തിയത്. താൻ സ്വന്തം ലെറ്റർ പേരിലാണ് ക്ഷണിച്ചതെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉച്ചയോടുകൂടി വിശദീകരണവുമായി VN വാസവൻ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തൽക്കാലം വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വവും വി.ഡി. സതീശനും എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.